വത്തിക്കാൻ സംസ്ഥാന കാര്യാലയത്തിന്റെ കാര്യദർശി കർദിനാൾ പിയത്രോ പരോളിനെയും പൊതുകാര്യ വിഭാഗത്തിന്റെ നിയുക്താധികാരി ആർച്ച് ബിഷപ്പ് എഡ്ഗാർ പേഞ്ഞാപാറയെയും റോമിലെ ജെമ്മല്ലി ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന ഫ്രാൻസിസ് പാപ്പ 24-ാം തീയതി കൂടിക്കാഴ്ചയ്ക്കായി സ്വീകരിച്ച വേളയിൽ അധികാരപ്പെടുത്തിയതനുസരിച്ചാണ് വിശുദ്ധരുടെ നാമകരണ നടപടികൾക്കായുള്ള സംഘം ഈ പ്രഖ്യാപനങ്ങൾ പുറപ്പെടുവിച്ചത്. ഉത്തര കൊറിയയിലെ പ്യോക്തോണ തടവറയിൽ കഴിയവേ 1951 മെയ് 23 മരണമടഞ്ഞ അമേരിക്കൻ ഐക്യനാടുകളിലെ കൻസാസിൻ 1916 ഏപ്രിൽ 20 ജനിച്ച വൈദികൻ എമിർ ജോസഫ് കൗപ്പന്റെ രക്തസാക്ഷിത്വം അംഗീകരിക്കുന്നതാണ് ഇവയിൽ ആദ്യ പ്രഖ്യാപനം. 22 പേരുടെ ജീവൻ രക്ഷിക്കുന്നതിനായി സ്വജീവൻ ബലിയായി നൽകിയ ഇറ്റലിക്കാരനായിരുന്ന 23-കാരനായ അൽമായ വിശ്വാസി ദൈവദാസൻ സാൽവോ ദ അക്യുസ്തോയുടെ രക്തസാക്ഷിത്വം അംഗീകരിക്കുന്നതാണ് തുടർന്നുള്ള പ്രഖ്യാപനം. ഇറ്റലിയിലെ നെപ്പോളിയിൽ 1920 ഒക്ടോബർ 15 ജനിച്ച ദൈവദാസൻ സാൽവോ ദ അക്യുസ്തോ 1943 സെപ്റ്റംബർ 23 വധിക്കപ്പെടുമായിരുന്ന 22 പേർക്ക് പകരം കുറ്റമേറ്റെടുത്ത് വെടിയേറ്റ് മരിച്ചത്. ഇറ്റലിയിലെ സായുധ സൈനിക പോലീസായ കരബീനിയേരിയിൽ അംഗമായിരുന്നു ദൈവദാസൻ. ശേഷിച്ച 3 പ്രഖ്യാപനങ്ങൾ സ്പെയിനിലെ ദിവികാരുണ്യ ആരാധനയുടെ സന്യാസിനികളുടെ സമൂഹത്തിന്റെ സ്ഥാപകനായ രൂപതാ വൈദികൻ മിഗേലെ മൗറ മൊന്താനേർ, ജവമാലയുടെ വിശുദ്ധ മറിയത്തിന്റെ ഡൊമിനിക്കൻ സഹോദരകൾ എന്ന സന്യാസിനി സമൂഹത്തിന്റെ ഇറ്റലി സ്വദേശിയായ സ്ഥാപകൻ രൂപതാ വൈദികനായ ദിദാക്കോ ബേസി, പോളണ്ട് സ്വദേശിയായ അൽമായ വിശ്വാസി കുനഗുന്ത സുവേഴ്സിൽസ് എന്നിവരുടെ വീരോചിത പുണ്യങ്ങൾ അംഗീകരിക്കുന്നവയാണ്. വെനസ്വേല സ്വദേശിയായ വാഴ്ത്തപ്പെട്ട ഹോസെ ഗ്രിഗോറിയോ ഹെർണോണ്ടസ് സിസ്നേരോസ്, ഇറ്റലിക്കാരനായ വാഴ്ത്തപ്പെട്ട ബെർത്തോള ലോങ്കെ എന്നിവരെ വിശുദ്ധരായി പ്രഖ്യാപിക്കുന്നതിനുള്ള വിശുദ്ധരുടെ നാമകരണ നടപടികൾക്കായുള്ള സംഘത്തിലെ അംഗങ്ങളായ കർദിനാൾമാരുടെയും മെത്രാന്മാരുടെയും തീരുമാനം പാപ്പ അംഗീകരിക്കുകയും അടുത്ത വിശുദ്ധപദ പ്രഖ്യാപനങ്ങളെ സംബന്ധിച്ച കൺസിസ്റ്ററി വിളിച്ചുകൂട്ടുന്നതിന് തീരുമാനിക്കുകയും ചെയ്തു. ഇന്റർനാഷണൽ ഡെസ്ക്, ഷെക്കീന ന്യൂസ്.